തൃശൂർ നെടുപുഴയിൽ മർദ്ദനമേറ്റ കർഷകൻ കൊല്ലപ്പെട്ടു. ബി.ജെ.പി സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പള്ളിയുടെ അനുജൻ സന്തോഷാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൾപ്പാടവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നെടുപുഴ സ്വദേശി ഗണേഷാണ് സന്തോഷിനെ മർദ്ദിച്ചത്. എം.എസ്. ലിഷോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലിഷോയി, ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നോ അന്ന്, അല്ലെങ്കിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിശദാംശങ്ങൾ? ഇക്കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വടൂക്കര പള്ളിക്ക് സമീപം വെച്ചായിരുന്നു ഈ സന്തോഷ് എന്ന് പറയുന്ന കർഷകന് മർദ്ദനമേറ്റത്. ഈ നെടുപുഴ കോൾപ്പാടവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു. ഈ ആക്രമിച്ച ഗണേഷും സന്തോഷും തമ്മിലാണ് തർക്കം ഉണ്ടായത്. ഇവരൊരു യോഗത്തിനിടയിൽ ആദ്യം തർക്കമുണ്ടായി. അതിനുശേഷം വടൂക്കര പള്ളിക്ക് മുൻപിൽ വെച്ച് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുകയും ഈ സമയത്ത് ഈ ഗണേഷ് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പൈപ്പ് എടുത്ത് നേരെ സന്തോഷിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ തൃശ്ശൂരിലെ ലൈറ്റ് ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചു. ഈ കേസിൽ വധശ്രമത്തിന് നിലവിൽ ഗണേഷ് അറസ്റ്റിലായിരുന്നു. ഇനിയിപ്പോൾ ആ കേസ് കൊലപാതക കുറ്റമായി മാറുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അന്ന് ഈ ഗണേഷിനെ വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്യുകയും അന്ന് റിമാൻഡിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് എലൈറ്റ് ആശുപത്രിയിൽ ഇന്നാണ് ഈ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലിരിക്കുന്ന സന്തോഷ് മരിച്ചത്. ശരി, എം.എസ്. ലിഷോയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.